ഹായ് ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്ത രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു മസാലയായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, കഴിക്കാനും തേങ്ങ ഒന്നും ചേർക്കാതെയുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വെച്ച ചെറുപയറാണ് 1.5 കപ്പ് അതുകൂടി ചേർത്ത് കൊടുക്കുക. കുറഞ്ഞൊരു ഗ്രേവി ആയിട്ടുള്ള കറി ആയതുകൊണ്ടാണ്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് കുത്തിയതാണ്, അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. കുറഞ്ഞൊരു കളറിന് വേണ്ടിയിട്ടാണ്, എരിവിന് വേണ്ടിയിട്ടാണ്. പച്ചമുളക് ഞാനിതിൽ ചേർക്കുന്നില്ല. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി എടുത്ത് അതേ അളവിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അധികം ആവരുത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മാത്രം മതി. പിന്നെ അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്ത് ചെറുപയർ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കണം. കുത്തി ഉടച്ച് ഒരു ക്രീമി പരുവത്തിലാക്കിയെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.